കുഴിമന്തിക്കട പോലീസുകാരൻ അടിച്ചു തകർത്തു. വലിയ ചുടുകാടിന് സമീപമുള്ള അഖിലൻ എന്ന കുഴിമന്തിക്കടയാണ് പോലീസുകാരൻ അടിച്ചു തകർത്തത്. ഇവിടെ നിന്ന് വാങ്ങിയ ഭക്ഷണം കഴിച്ച് ഭക്ഷ്യവിഷബാധയുണ്ടായെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. ജോസഫ് എന്ന പോലീസുകാരനെ സൗത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു. SSLC എഴുത്തു പരീക്ഷയിൽ ജയിക്കാൻ മിനിമം മാർക്ക് ഏർപ്പെടുത്തുന്നതടക്കം അക്കാദമിക് നിലവാരം മെച്ചപ്പെടുത്താനുള്ള നടപടികളുമായി മുന്നോട്ടു നീങ്ങുകയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. പല പരിഷ്കാരങ്ങളെയും ഭരണാനുകൂല സംഘടനകളടക്കം എതിർക്കുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെ താഴെയിറക്കാൻ കേരളത്തിലെ ഒരു ക്ഷേത്രത്തിന് സമീപം വെച്ച് മൃഗബലി നടന്നെന്ന ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ ആരോപണം തള്ളി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. DK ശിവകുമാർ പറഞ്ഞതുപോലെ മൃഗബലി നടന്നതിന് തെളിവില്ലെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് DGPക്ക് റിപ്പോർട്ട് നൽകി. ക്ഷേത്രങ്ങളും പൂജാരികളെയും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയത്. പ്രമുഖ യൂട്യൂബർ സഞ്ജു ടെക്കി കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയ സംഭവത്തിൽ നേരിട്ടിടപെട്ട് ഹൈക്കോടതി. സംഭവത്തിൽ കർശന നടപടി വേണമെന്ന് ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകി. ചട്ടവിരുദ്ധമായി വാഹനങ്ങളിൽ മാറ്റം വരുത്തുന്ന ബ്ലോഗർമാർ അടക്കമുള്ളവർക്കെതിരെ നടപടിയെടുക്കണം. സഞ്ജു ടെക്കിയുടെ കാര്യത്തിൽ സ്വീകരിച്ച നടപടി